പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദി മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 24 ചൊവ്വ. 1 കൊരിന്ത്യർ 6-11 നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നുവെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. വലിയ നോമ്പിന്റെ 9-ാം ദിവസത്തിൽ നാം ധ്യാനിക്കുന്നതായ കാര്യം നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്നത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ അവരുടെ പഴയ ജീവിതത്തെ ഓർമ്മിപ്പിക്കുകയും നിങ്ങളിൽ ചിലർ അങ്ങനെയായിരുന്നു എന്ന് പറയുകയും ചെയ്യും. അങ്ങനെയായിരുന്നു എന്ന വാക്ക് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതല്ല, മറിച്ച് ദൈവകൃപയാൽ മാറ്റപ്പെട്ട ഒരു പഴയ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അവർ പാപത്തിൽ ജീവിച്ചു വരുന്നവരായിരുന്നുവെങ്കിലും ക്രിസ്തുവിന്റെ കൃപ അവരുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ചു എന്ന് രേഖപ്പെടുത്തും. വിശുദ്ധീകരണം എന്നത് വെറുമൊരു മതപരമായ പദമല്ല, മറിച്ച് ദൈവം നമ്മെ പാപത്തിൽ നിന്ന് വേർതിരിച്ച് തൻ്റെ സ്വന്തമാക്കുന്ന ആത്മീയ പരിവർത്തനമാണ്. നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം പാപത്തിൽ തുടരാൻ വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന സത്യമാണ്. ഒരു വെള്ള വസ്ത്രം ചെളിയിൽ വീണാൽ അത് മലിനമാകുമെങ്കിലും അത് നന്നായി കഴുകിയാൽ വീണ്ടും ശുദ്ധമാകുന്നത് പോലെ നമ്മുടെ ജീവിതം പാപത്തിൽ മലിനമായിരുന്നാലും ക്രിസ്തുവിന്റെ രക്ഷാകൃപ നമ്മെ ശുദ്ധീകരിച്ചിരിക്കും. അതുകൊണ്ട് നോമ്പ് വിശുദ്ധീകരിക്കപ്പെട്ടവരായി ജീവിപ്പാൻ നടത്തുന്ന ആത്മപരിശോധനയുടെ ഒരു കാലഘട്ടമാണ്. ദൈവം നമ്മെ വിശുദ്ധീകരിച്ചു എന്നത് ഒരു മഹത്തായ അനുഗ്രഹമാണെങ്കിലും അതോടൊപ്പം അതൊരു ഉത്തരവാദിത്തമാണ് എന്നത് സൂചിപ്പിക്കുന്നു. ഒരു ദേവാലയം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടാൽ അത് സാധാരണ ഉപയോഗത്തിനായി ഉപയോഗിക്കപ്പെടാറില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും വിശുദ്ധമായിരിക്കണം. വിശുദ്ധീകരണം പുറമേ കാണിക്കുന്ന ഭക്തിയല്ല, മറിച്ച് ഉള്ളിലെ ശുദ്ധിയും ദൈവസന്നിധിയിലുള്ള സത്യസന്ധമായ ജീവിതവുമാണ്. നോമ്പുകാലത്ത് നാം പഴയ മനുഷ്യനെ വിട്ട് പുതുജീവിതം ധരിക്കേണ്ടതുണ്ട്. ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അത് പഴയ രൂപത്തിൽ തുടരുന്നില്ല, പുതിയ ജീവനായി പൊട്ടിത്തെളിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം പഴയ പാപ സ്വഭാവത്തിൽ തുടരുന്നതല്ല, മറിച്ച് ആത്മീയ ഫലങ്ങൾ ഉണ്ടാക്കുന്ന പൊതുജീവിതമാണ്. പാപം നമ്മുടെ പഴയ കഥയായിരിക്കാം, എന്നാൽ വിശുദ്ധീകരണം നമ്മുടെ ഇപ്പോഴത്തെ തിരിച്ചറിയലാണ്. അതുകൊണ്ട് വലിയ നോമ്പിൻ്റെ ഈ ദിവസത്തിൽ നാം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു സത്യമാണ് നാം വിശുദ്ധീകരിക്കപ്പെട്ടവരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നത്. ദൈവം നമ്മെ കഴുകി ശുദ്ധമാക്കി തൻ്റെ സ്വന്തമാക്കിയതിനാൽ നാം അവനായി വേർതിരിക്കപ്പെട്ട ജീവിതം നയിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് നിന്റെ സ്വന്തമാക്കിയതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണെന്ന തിരിച്ചറിവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നോമ്പുകാലത്ത് ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ശുദ്ധമാക്കിക്കൊണ്ട് നിന്റെ ഇഷ്ടാനുസരണം നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.